അടുത്തതായി എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു അൺനോൺ വേരിയബിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ അൺനോൺ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ 4x + 3 = 7. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ ശരിയാവണമെങ്കിൽ 4x + 3 എന്ന് പറയുന്നത് 7നോട് ഈക്വൽ ആവണമെങ്കിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ രണ്ട് വാല്യൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസിന് മാത്രമേ ഈ ഇക്വേഷനെ കറക്റ്റ് ആക്കാൻ പറ്റൂ. അപ്പൊ 4x + 3 = 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് 4x മാത്രമേ ഇവിടെ നിർത്തുക. 4x എന്ന് പറയുന്നത് ഒരൊറ്റ ഫംഗ്ഷൻ ആണ്. അതിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ 3 എന്ന് പറയുന്നതിനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ മാത്സിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി കൂടുതൽ പറയുകയാണ്. പ്ലസ് സിമ്പൽ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത് മൈനസ് ആയി മാറും. പ്ലസ് സമത്തിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മൈനസ് ആവും. മൈനസ് സമത്തിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പ്ലസ് ആയി മാറും. അപ്പൊ -5 എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് +5 ആയി മാറും. വെറും 5 എന്ന് പറഞ്ഞാൽ +5 ആണ്. ഈ വെറും 5 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് -5 ആയി മാറും. ഇനി 5 × 2 = 10. ഇതിൽ നിന്ന് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ നിന്നും ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 5 × 2 ഈ × 2 എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഡിവിഷൻ ആയി മാറും, ഹരിക്കണം എന്നായി മാറും. അപ്പോ 5 = × 2 എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് /2 ആവും. ദെൻ /2 എന്നുള്ളത് 5/2 എന്നുള്ളത് സമത്തിന്റെ 5/2 = 2.5 എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ രണ്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ 2 ഡിവൈഡിങ് ആണ്. സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് × ആയി മാറും. അപ്പോ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ മാറുന്ന സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ 4x + 3 = 7 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഈ +3 എന്ന് പറയുന്നതിനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് -3 ആയി മാറും. അപ്പൊ ഇവിടെ 4x = ഓൾറെഡി ഇവിടെ 7 എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. ഈ 7 എന്ന് പറയുന്ന വേരിയബിളിനെ ഇവിടെ ഓൾറെഡി ഇവിടെ തന്നെ നിർത്തുകയും ഈ +3യെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് മൈനസ് ആയി മാറുകയും ചെയ്യും. സോ 7 - 3 = 4. നമുക്ക് 4x = 4 എന്നുള്ള ആൻസർ കിട്ടി. 4x = 4. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × x എന്നാണ്. 4x എന്ന് പറഞ്ഞാൽ 4 × x ആണ്. അപ്പോ എക്സിനെ മാത്രം അവിടെ നിർത്തുകയും ഈ 4നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും വേണം. ഇവിടെ ഓൾറെഡി 4 അവിടെ ഉണ്ട്. ഈ 4നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷനിൽ കിടക്കുന്ന 4 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡിങ് ആയി മാറും. ഇവിടെ 4 × x എന്നാണ്. ഈ രണ്ട് വേരിയബിൾസും തമ്മിൽ ഗുണിക്കാനാണ്. അപ്പൊ അതിൽ നിന്ന് ഒന്നിനെ എടുത്ത് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായി മാറും? ഡിവിഷൻ ആയി മാറും. So x = 4/4 = 1. So here x = 1. മറ്റൊരു ലീനിയർ ഇക്വേഷൻ നോക്കാം. 3x + 8 = 6x - 2. 3x + 8 = 6x - 2. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ചെയ്യേണ്ടത് രണ്ട് ഭാഗത്തും അൺനോൺ വേരിയബിൾസ് ഉണ്ട്. പക്ഷെ ഒരു അൺനോൺ വേരിയബിൾ മാത്രമേ ഉള്ളൂ. എക്സിന്റെ വാല്യൂ എന്താണെന്ന് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. പക്ഷെ രണ്ട് ഭാഗത്ത് എക്സ് ഉണ്ട്. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സ് ഉള്ളതിനെല്ലാം ഒരു ഭാഗത്തേക്കും എക്സ് ഇല്ലാത്ത കോൺസ്റ്റന്റ് ആയിട്ടുള്ള എലമെന്റ്സിനെ എല്ലാം മറുഭാഗത്തേക്കും കൊണ്ടുപോവുക. സിമ്പൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം മറക്കരുത്. സിമ്പൽ മാറുന്ന കാര്യം മറക്കരുത്. എക്സ് ഉള്ള വേരിയബിൾസിനെ എല്ലാം ഒരു ഭാഗത്തേക്കും എക്സ് ഇല്ലാത്ത വേരിയബിൾസിനെ എല്ലാം കോൺസ്റ്റന്റ് ആയിട്ടുള്ള എലമെന്റ്സിനെ എല്ലാം മറുഭാഗത്തേക്കും കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ 3x + 8 = 6x - 2. ഈ 6xനെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഈ +8നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 3x ഈ 6x എന്ന് പറയുന്നത് സമത്തിന്റെ ഇപ്പുറത്തേക്ക് പോരും.
ഈ ഇവിടെ 6x എന്ന് പറയുന്നത് പ്ലസ് ആണ്, അതിന്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ആ പ്ലസ് സമത്തിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് മൈനസ് 6x ആവുമ്പോ 3x മൈനസ് 6x ഈക്വൽ ടു ഓൾറെഡി സമത്തിന്റെ വലതുഭാഗത്ത് -2 ഇവിടെ നിൽക്കുന്നുണ്ട്. -2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ ഇവിടുത്തെ +8 എന്ന് പറയുന്നത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് -8 ആയി മാറും. അപ്പൊ +8 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ -8 ആവും. -2 -8. സോ 3x മൈനസ് 6x മൈനസ് 3x ദാറ്റ് ഈസ് ഈക്വൽ ടു -2 -8 -10. രണ്ട് മൈനസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ -3x ഈക്വൽ ടു -10. രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ടെങ്കിൽ ആ രണ്ട് മൈനസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ട്, രണ്ട് മൈനസും കട്ട് ചെയ്ത് കളയാം. സോ 3x ഈക്വൽ ടു 10. Then x ഈക്വൽ ടു ഇവിടെ 3x എന്ന് പറഞ്ഞാല് 3 into x ആണ്. 3 into x ഈക്വൽ ടു 10. സോ x ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ 10 എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. 3 എന്ന് പറയുന്നത് ഇവിടെ ഇൻഡു ആണ് കിടക്കുന്നത്. 3 into x ആണ്. അതിനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ഡിവൈഡഡ് ബൈ ആവും. സോ 10 divided by 3. സോ x ഈക്വൽ ടു 10 divided by 3. മറ്റൊരു ഇക്വേഷൻ നോക്കാം. 7x minus 21 minus 3x plus 30 equal to 7 plus 6x minus 90. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് ആയതുകൊണ്ട് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാം. പല മോഡലിൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നോക്കാം. 7x minus 21 minus 3x plus 30 equal to 7 plus 6x minus 90. ഇവിടെ നോക്കാം. ഇവിടെ x ഉള്ളതിനെ എല്ലാം കൺസോളിഡേറ്റ് ചെയ്യണം. അപ്പൊ 7x ഉണ്ട്, ഇവിടെ ഒരു -3x ഉണ്ട്. അപ്പൊ 7x minus 3x 4x. x നെ എല്ലാം അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ 7x minus 3x എന്ന് പറയുന്നത് 4x. ഇവിടെ ഒരു -21 ഉണ്ട്, ഇവിടെ ഒരു +13 ഉണ്ട്. അപ്പൊ -21 + 13 മൈനസും പ്ലസും ആവുമ്പോ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സിമ്പിൾ ചേർക്കണം. അപ്പൊ -21 + 13 എന്ന് പറയുമ്പോ -8. സോ 4x - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 + 6x -90. അപ്പോ 7 - 90 എന്ന് പറയുമ്പോ -12. then +6x -12 + 6x. So 4x minus 8 is equal to -12 plus 6x. ഇനി എന്ത് ചെയ്യണം? x ഉള്ളതിനെല്ലാം ഒരു ഭാഗത്തേക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ള എലമെന്റ്സിനെ എല്ലാം മറുഭാഗത്തേക്കും കൊണ്ടുപോവുക. അപ്പൊ എന്താ കിട്ടും? 4x ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. ഓൾറെഡി ഉള്ളതിനെ അവിടെ തന്നെ നിലനിർത്തിയതിനു ശേഷം മാത്രമേ അപ്പുറത്ത് നിന്നുള്ള ഒരു വേരിയബിളിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ അങ്ങോട്ട് കൊണ്ടുപോകാനോ പാടുള്ളൂ. ഓൾറെഡി അവിടെയുള്ള വേരിയബിൾ അവിടെ തന്നെ നിൽക്കണം. അതിനോട് കൂടിയാണ് നമ്മൾ മറ്റൊരു വേരിയബിളിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ 4x എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അതിന് ആദ്യം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം, അത് മറക്കരുത്. ആദ്യം തന്നെ ഈ 6x നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 4x നെ മാറ്റി എഴുതരുത്. ഓൾറെഡി ഉള്ള വേരിയബിളിനെ അവിടെ തന്നെ നിലനിർത്തിയിട്ടായിരിക്കണം മറ്റുള്ള വേരിയബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. സോ അല്ലെങ്കിൽ 4x ഇവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ ഇവിടെ ഉള്ള ഒരു +6x. ഈ +6x നെ സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് -6x ആവും. സോ 4x - 6x ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾറെഡി ഇവിടെ -12 ഉണ്ട്. ആ -12 അതേപോലെ അവിടെ തന്നെ നിർത്തണം. ആ -12 ഇവിടെ എഴുതിയതിനു ശേഷം മാത്രമേ ഈ -8 നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. സോ -12 -8 അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് +8 ആവും. -12 + 8. സോ 4x - 6x -2x that is equal to -12 + 8 എന്ന് പറയുമ്പോ -4. രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ട്. -2x equal to -4. ഈ രണ്ട് മൈനസും കട്ട് ചെയ്ത് കളയാം. സോ 2x is equal to 4. x is equal to 2 into x ആണ്. അപ്പൊ ഈ 2 നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ ആവും. സോ 4/2 that is equal to 2. So here x is equal to 2. മറ്റൊരു ഇക്വേഷൻ നോക്കാം. 8x plus
17 into x minus 3 equal to 4 into 4x minus 9 plus 12. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതിനെ ഒഴിവാക്കണം. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ബ്രാക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒഴിവാക്കണം. അപ്പൊ ബ്രാക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒഴിവാക്കുമ്പോ ഇവിടെ 8x ഓൾറെഡി ഇവിടെ ഉണ്ട്. 8x പ്ലസ് 17 into x minus 3, അതായത് 17 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് എക്സിനെയും 17 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് -3യെയും ഗുണിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 17 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് എക്സിനെയും 17 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് -3യെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ എന്ത് കിട്ടും? 8x പ്ലസ് 17 x കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് 17x, 8x പ്ലസ് 17x. ഇത് ചെയ്യേണ്ടത് എന്താണ്? 17 കൊണ്ട് -3യെ ഗുണിക്കണം. അവിടെ -3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ 17 കൊണ്ട് -3യെ ഗുണിക്കുന്ന സമയത്ത് -51 കിട്ടും. -51 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 4x minus 9. 4 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് 4x-നെയും 4 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് -9നെയും മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ കിട്ടും? 16x minus 36 plus 12. എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. 8x plus 17x 25x minus 51 that is equal to 16x, then minus 36 plus 12 minus 36 plus 12 minus 24. സോ ഇനി x ഉള്ളതിനെല്ലാം ഒരു ഭാഗത്തേക്കോ x ഇല്ലാത്തതിനെല്ലാം മറുഭാഗത്തേക്കും കൊണ്ടുപോവാം. സോ 25x minus 16x that is equal to -24. ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. അതിന് അതേപോലെ അവിടെ തന്നെ എഴുതണം. -24 അവിടെ തന്നെ എഴുതി. then -51നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ -51 സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് +51 ആവും. -24 plus 51 that is equal to 9x is equal to -24 plus 51 എന്ന് പറയുമ്പോ 27. Then 9x equal to 27, x is equal to 27 divided by 9, that is equal to 3. So the value of x is equal to 3. മറ്റൊരു ഇക്വേഷൻ നോക്കാം. -2 into x plus 5 -5 into 6x minus 7 equal to 3 into x minus 2 plus x. ഇപ്പൊ ഈ മൈനസിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൈനസിന്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് റോങ് ആയിരിക്കും. ആ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നോക്കാം. -2 into x plus 5 -2 ഉപയോഗിച്ചുകൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ -2x -2 കൊണ്ട് +5നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ -2 മൈനസും പ്ലസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മൈനസ് ആയിരിക്കും. രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -2 into -2 എന്ന് പറയുമ്പോൾ രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സോ -2 into +5 that is equal to -10. സോ -2x -10. ഇതെന്താണ്? -5 into 6x -5 കൊണ്ട് 6xനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് കിട്ടും? -30x. then -5 കൊണ്ട് -7നെ മൾട്ടിപ്ലൈ ചെയ്യണം. -5 -7 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +35 that is equal to 3 into x minus 2. 3 കൊണ്ട് xനെ മൾട്ടിപ്ലൈ ചെയ്താൽ 3x. 3 കൊണ്ട് -2 മൾട്ടിപ്ലൈ ചെയ്താൽ -6 plus x. then കൺസോളിഡേറ്റ് ചെയ്യാം. -2x ഉണ്ട്, ഒരു -30x ഉണ്ട്. ഈ -2x ഉം -30x ഉം -2x -30x. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും അറേഞ്ച് ചെയ്ത് എഴുതാം. -2x -30x -10
പ്ലസ് 35 സമത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയിട്ടില്ല. സിമ്പൽ എന്താണ് മാറാത്തത് എന്ന് ചോദിക്കരുത്. സമത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയിട്ടില്ല. ഈ ഇക്വേഷനെ ഇവിടെ വെച്ച് തന്നെ ഒന്നും റീഅറേഞ്ച് ചെയ്ത് എഴുതി ചെയ്യാൻ ഒന്നുകൂടി കംഫർട്ടബിൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ -2x -30x -10 പ്ലസ് 35 അങ്ങോട്ട് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടേ ഉള്ളൂ. ഈക്വൽ ടു 3x -6 പ്ലസ് x. അത് നമുക്ക് എന്ത് ചെയ്യാം? 3x പ്ലസ് x -6 എന്ന് എഴുതാം. എന്താ കിട്ടും? -2x -30x -32x -10 plus 35 plus 25 that is equal to 3x plus x 4x minus 6. ഈ 4x നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം, 25നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓൾറെഡി -32x ഇവിടെ ഉണ്ട്. -32x ഇവിടെ തന്നെ ഉള്ളതാണ്. -32x -4x that is equal to 4x ഇങ്ങോട്ട് വരുന്ന സമയത്ത് -4x ആവും. -4x equal to -6 ഓൾറെഡി അവിടെ ഉള്ളതാണ്. -6 ഓൾറെഡി അവിടെ ഉള്ളതാണ്. ഈ +25 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ -25 so -32x -4x -36x is equal to -31 -6 -25 -31 രണ്ട് ഭാഗത്ത് മൈനസ് ഉള്ളതുകൊണ്ട് രണ്ട് മൈനസുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 36x is equal to 31, x is equal to 31 divided by 36. ഈ 36 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ divided by 36. Also x is equal to 31 divided by 36.